പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ഇന്ന് സെക്രട്ടേറിയറ്റ് OA പരീക്ഷയുടെ ഫൈനൽ പരീക്ഷ നടന്നിരിക്കുകയാണ്. നിങ്ങളിൽ ഓരോരുത്തരും ഇതിനകം തന്നെ നല്ല രീതിയിൽ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ആശങ്കയുണ്ട്, എത്രയായിരിക്കും കട്ട് ഓഫ്, മറ്റുള്ളവരുടെ മാർക്കുകൾ എത്രയായിരിക്കുമെന്ന്. അതിനുവേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ വിലയിരുത്തിയ സമയത്തും ആൻസർ തയ്യാറാക്കിയ ഇടയിലും ഞങ്ങളുടെ ടീം മുഴുവൻ വിലയിരുത്തിയത് ഇതൊരു ആവറേജ് നിലവാരത്തിലുള്ള പരീക്ഷ തന്നെയാണ് എന്നാണ്. അപ്പോൾ നമ്മൾ പരീക്ഷാ ഹാളിന് പുറത്ത് ഇരുന്ന് വിലയിരുത്തുന്ന വിലയിരുത്തലുകൾ എപ്പോഴും പരീക്ഷാ ഹാളിൽ നിന്ന് പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളെ അവരുടെ വിലയിരുത്തലിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് എന്നതാണ് എപ്പോഴുമുള്ള സത്യാവസ്ഥ. ഈ പരീക്ഷ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സ്ഥാപനത്തിലെ ദിശയിലെ പല ഉദ്യോഗാർത്ഥികളെയും വിളിച്ച് മാർക്ക് ചോദിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഇന്നത്തെ പരീക്ഷ അതികഠിനമോ ഏറ്റവും എളുപ്പമോ അല്ലായിരുന്നു, ഒരു ആവറേജ് നിലവാരത്തിലുള്ള പരീക്ഷ തന്നെയായിരുന്നു. എന്നിരുന്നാലും ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് പല ചോദ്യങ്ങളും അതിനകത്ത് വലച്ചിട്ടുണ്ട്. ഒരുപാട് മൈനസുകൾ, മിനിമം ഒരു 8, 9, 12 മൈനസുകൾ വരെ ഓരോ ഉദ്യോഗാർത്ഥികൾക്കും ഇന്നത്തെ പരീക്ഷയിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഈ പരീക്ഷയിലെ ഓരോ മേഖലകളെടുത്ത് നോക്കുമ്പോൾ ഹിസ്റ്ററി, ചരിത്ര മേഖലയിലെ ചോദ്യങ്ങൾ ഭൂരിപക്ഷവും സ്കൂൾ ടെക്സ്റ്റിൽ നിന്നുള്ള തന്നെയായിരുന്നു. പിന്നെ സ്പെഷ്യൽ ടോപ്പിക്കിൽ പോക്സോ ആക്ട്, പിന്നെ വിവരാവകാശത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ, കൂടാതെ നമ്മുടെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, അങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് കൂടുതൽ ചിന്തിക്കേണ്ടതായിട്ട് പരീക്ഷകളിൽ വന്നിട്ടുണ്ട്. ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളുണ്ടായിരുന്നു. ചില സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളിൽ എല്ലാ ചോദ്യങ്ങളും ഓൾ ഓഫ് ദ എബോ എന്ന് ഉണ്ടായിരുന്നു, മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയെന്ന്. അത്തരത്തിലുള്ള അവസരത്തിൽ ഉദ്യോഗാർത്ഥികൾക്ക് കൂടുതൽ സമയം എല്ലാ ചോദ്യങ്ങളിലേക്കും നോക്കേണ്ടതും കൂടുതൽ ടെൻഷൻ ഉണ്ടാകേണ്ടതുമായിട്ട് വന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിലയിരുത്തുന്നു. പിന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ചോദ്യങ്ങളിൽ എല്ലാ മേഖലകളിൽ നിന്നും മിനിമം ഒരു 7 മാർക്ക് വെച്ച് നല്ല രീതിക്ക് തയ്യാറെടുത്ത ഉദ്യോഗാർത്ഥി കിട്ടിയിട്ടുണ്ട്. 7ഉം 8ഉം മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നത് തന്നെയാണ്. കറണ്ട് അഫയേഴ്സിലെ ചോദ്യങ്ങളൊന്നും കടുകട്ടിയുള്ള ചോദ്യങ്ങളല്ലായിരുന്നു. അത് നിങ്ങൾക്ക് ഒരു വൺ വേഡ് ടൈപ്പിലായിരുന്നു കൂടുതൽ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും വന്നിരുന്നത്. മാത്സിൽ ഒരു ചോദ്യത്തിന് ഉത്തരമില്ലായിരുന്നു. മലയാളം വളരെ എളുപ്പം തന്നെയായിരുന്നു. പിന്നെ ഇതിനെ റാങ്ക് നിർണ്ണയിക്കുന്ന ഒരു ഘടകം സയൻസിലെ ചോദ്യങ്ങൾ തന്നെയാണ്. സയൻസിലെ ചോദ്യങ്ങൾ, ചില ചോദ്യങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുള്ള അതിലെ അസ്ഥി, പേശി തുടങ്ങിയ ചില ചോദ്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ പരീക്ഷകൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സംശയം ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ തന്നെയായിരുന്നു. പിന്നെ നമ്മുടെ രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട, രാഷ്ട്രവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു, രാഷ്ട്രപതിയുടെ പേര് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് കട്ട് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താൻ കഴിയുന്നത് തന്നെയായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചരിത്രത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ വലിയ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളല്ലായിരുന്നു. ഭരണഘടനയിലെ പല ചോദ്യങ്ങളും എളുപ്പമായിരുന്നു. ഒരു ആവറേജ് പരീക്ഷയായിരുന്നു. എന്നാലും ജോലി കിട്ടുക എന്ന ഒരു ലക്ഷ്യത്തിൽ നാളുകളായി പഠിച്ചൊരു ഉദ്യോഗാർത്ഥിക്ക് പരീക്ഷാ ഹാളിൽ ചില വാളിച്ചകളൊക്കെ എല്ലാവർക്കും പറ്റിയിട്ടുണ്ടാകാം. ഇംഗ്ലീഷിലൊക്കെ 2-3 ചോദ്യങ്ങൾ കൈവിട്ട് പോയിട്ടുണ്ടാകാം. ആർട്ടിക്കിളിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ തെറ്റിയിട്ടുണ്ടാകാം. അപ്പോൾ തെറ്റുകൾ പലർക്കും ഉണ്ടായി കാണാം. അപ്പോൾ ഏകദേശം ഒരു 80-82 ചോദ്യങ്ങൾ, അല്ലെങ്കിൽ 85-90 ചോദ്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത ഉദ്യോഗാർത്ഥികൾ വരെ ദിശയിലുണ്ട്. അതിൽ കുറച്ച് തെറ്റുകൾ, 12-13 തെറ്റൊക്കെ വന്ന് ഒരു നല്ല മാർക്കായിട്ട് ഒരു 76-78 മാർക്ക് വരെയൊക്കെ പലരും പീക്ക് മാർക്കുകൾ സ്കോർ ചെയ്തിട്ടുള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷയിൽ 66 മുതൽ 70 വരെ മാർക്കിനുള്ളിൽ ഇപ്പോൾ നിലവിലൊരു കട്ട് ഓഫ് അല്ലെങ്കിൽ ഒരു 66 ശേഷമുള്ള മാർക്കുകൾ നമുക്കൊരു നല്ല മാർക്കുകളായിട്ട് പരിഗണിക്കാം. ഇപ്പോൾ ഞാൻ പറയുന്നത് ഇന്ന് നടന്ന 100 മാർക്കിനുള്ള ചോദ്യത്തെ മുൻനിർത്തി മാത്രമാണ്. ഇനി ഈ പരീക്ഷയിൽ കുറച്ച് ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാം, ചില ചോദ്യങ്ങളുടെ ആൻസറുകൾ മാറി വരാം. ആ അവസരത്തിൽ മറ്റ് മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 66-ന് മുകളിൽ അല്ലെങ്കിൽ ഒരു 68-70 മാർക്ക് സ്കോർ ചെയ്തവർ ഉറപ്പായും ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾ വരുന്ന പരീക്ഷകൾക്ക് വേണ്ടി ഡിഗ്രി പ്രിലിംസിന് വേണ്ടി തയ്യാറെടുക്കുക. പ്രിലിംസിന് ശേഷം ഇനി VFA, കമ്പനി ബോർഡ്, LGS പരീക്ഷകൾ വരാനുണ്ട്. ഇന്നത്തെ ഒരു പരീക്ഷയിൽ പാളിച്ചുണ്ടായാലും പോസിറ്റീവാണ് നിങ്ങളുടെ റിസൾട്ട് എങ്കിലും ഉറപ്പായും വരുന്ന പരീക്ഷകൾക്ക് വേണ്ടി മികച്ച രീതിയിൽ തയ്യാറെടുപ്പുകൾ നടത്തുക. അപ്പോൾ ഇന്ന് എനിക്ക് പറയാനുള്ളത്, ഉദ്യോഗാർത്ഥികൾ ഒരു 70-ന് പുറത്തൊക്കെ വാങ്ങിച്ചവർ എല്ലാ ആൾക്കാരും 80, 76, 78ഒക്കെ വാങ്ങി എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ നെർവസായി ഇരിക്കേണ്ട. ഒരു 70-ന് പുറത്തുള്ള മാർക്കുകളെല്ലാം നല്ല മാർക്കുകൾ തന്നെയാണ്. 68, 69, 70 എല്ലാം നല്ല മാർക്കാണ്. പിന്നെ ഇന്ന് ഉദ്യോഗാർത്ഥികൾ എല്ലാവരുടെയും ആശങ്ക മറ്റുള്ളവർക്ക് എത്ര മാർക്ക് കിട്ടിയെന്നാണ്. നിങ്ങൾ ജെന്യുവനായിട്ട് പറ്റുമെങ്കിൽ ഇന്നത്തെ ഈ വീഡിയോയ്ക്ക് താഴെ കൃത്യമായി നിങ്ങളുടെ മാർക്കുകൾ സ്കോർ ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ പറയുന്ന അവസരത്തിൽ പലരും 200-300ഒക്കെ മാർക്കുകൾ കമൻറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും വൃത്തികെട്ട കമൻറ്റുകളും ചെയ്യുന്നതാണ്. പക്ഷേ ജെന്യുവനായിട്ടുള്ള കുറച്ച് കമൻറ്റുകൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എത്രയായിരിക്കും ഒരു കട്ട് ഓഫ് എന്ന്
ഒന്നും കൂടെ ഒരു ക്ലാരിറ്റി കിട്ടുന്നതാണ്. ദയവായിട്ട് നിങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക. എത്ര ശരി എത്ര തെറ്റെന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു അവസരത്തിൽ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, പരീക്ഷാ ഹാളിൽ ഫ്രീ ആയിട്ട് എഴുതിയാൽ മാത്രമേ നമ്മൾ പഠിച്ചതിൻ്റെ ഒരു റിസൾട്ട് ലഭിക്കുകയുള്ളൂ. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇന്നത്തെ പരീക്ഷയിൽ നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് നിങ്ങൾ നോക്കുക. എല്ലാവർക്കും വരുന്ന പരീക്ഷകളിലും ഈ പരീക്ഷയിലും എല്ലാം തന്നെ വീണ്ടും വിജയാശംസ നേരുകയാണ്. നിർത്തുക.